ഹലോ, ഉഷാ രവീന്ദ്രൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒന്ന് ചക്ക വറുത്താലോ? അതിനായിട്ട് ചക്കയൊക്കെ വെട്ടി ചക്കയുടെ ഉള്ളിൽ നിന്ന് ചുളയൊക്കെ പറിച്ച് എല്ലാം റെഡിയാക്കി വെക്കാം. നമുക്ക് ചുളയൊക്കെ പറിച്ച് ചുളയെല്ലാം ഇതേപോലെ ചെറുതാക്കി മുറിച്ച് എല്ലാം ഒരേ വലിപ്പത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചകിനി കുരു അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാം നീറ്റായി വെച്ചിട്ടുണ്ട്. കുരു ചുളയിൽ നിന്നൊക്കെ അടർത്തി മാറ്റി നമുക്കതെല്ലാം മുറിച്ച് വെച്ചതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഒരു ട്രിപ്പ് ഇട്ട് നോക്കിയപ്പോഴാണ് എണ്ണ ഫുള്ളായിട്ട് ഇടാമെന്ന് മനസ്സിലായപ്പോൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഇത് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ചേർക്കണം. വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലർത്തിയിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാൻ. നോക്കുമ്പോൾ കുറച്ചൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ചക്ക നമുക്കിപ്പോൾ കിട്ടുന്ന സമയമാണ്, വറുക്കാൻ പറ്റിയ സമയമാണ്. നമുക്ക് വിഷുവൊക്കെ വരികയാണ്. അപ്പോൾ ഇതൊക്കെ വറുത്തെടുത്ത് വെച്ചാൽ ഈ മാസങ്ങളോളം ഇരിക്കും, ഒരു കുഴപ്പവും വരില്ല. അതുകൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് മുമ്പേ വറുത്ത് വയ്ക്കാം, ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർക്കാം. അപ്പം നന്നായി വറുത്ത് തുടങ്ങിയിട്ടുണ്ട്, വറവ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പതയൊക്കെ എണ്ണയുടെ പതയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ്സിൽ 2 സ്പൂൺ വെള്ളം എടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി കലർത്തിയിട്ട് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ കലർത്തിയിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. നന്നായി ഇളക്കി ചവിട്ടാക്കിയിട്ട് നന്നായി ഇളക്കണം. നന്നായി മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ പാകം ആയിട്ടുണ്ട്. നമുക്കൊന്ന് പാകം നോക്കാം. കറുമുറ സൗണ്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിന്ന് എടുത്ത് മാറ്റാം. നന്നായിട്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. നല്ലപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട്. ഇത് നമുക്കൊരു ഡബ്ബയിലാക്കിയിട്ട് അടച്ച് വെച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ കാലം ഇരിക്കും. അപ്പോൾ കഴിക്കുകയും ചെയ്യാം, സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല, കേടുവരുമൊന്നുമില്ല. ഇതാണ് ചക്ക വറുത്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇതാണ് ചക്ക വറുത്തത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.